ഹായ്, ഞാൻ അഞ്ജന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിലും അല്ലെങ്കിലും ആരെങ്കിലും നമ്മളെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങ് വിഷമിക്കുകയല്ലേ. നമ്മുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ അവർ പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നൊക്കെ നമ്മളെ മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ അതിന് നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്ന ഒരു ഉത്തരം മിക്കവാറും അവർക്ക് തന്നെ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതായിരിക്കും. എന്തായാലും നമുക്കൊന്ന് നോക്കാം, എന്തുകൊണ്ടാണ് നമ്മളെ മറ്റുള്ളവർ അവഗണിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് എന്ന്. മറ്റുള്ള ആളുകൾ നിരന്തരമായി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനിപ്പോൾ നമ്മൾ നടക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും ഇനി മറ്റൊരാളോട് സംസാരിക്കുന്നതാണെങ്കിലും, ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവര് ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല, പ്രത്യേകിച്ച് കണ്ണിൽ നോക്കി തീരെ സംസാരിക്കില്ല. നമ്മുടെ മുൻപിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും യാതൊരു കോൺഫിഡൻസും ഇല്ലാതെ അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുക. ഇതൊരിക്കലും അവരുടെ തെറ്റായ പ്രവൃത്തി എന്ന് നമുക്ക് പറയാനൊക്കില്ല. കാരണം ജീവിതത്തിൽ എപ്പോഴോ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരാളോട് സംസാരിക്കുമ്പോൾ മാക്സിമം ടൈം അവരുടെ കണ്ണിൽ നോക്കി എന്ന് കരുതിയിട്ട് അവരെ തുറിച്ചു നോക്കാനല്ല, ഒരു ഇളം പുഞ്ചിരിയോടെ ഇടയ്ക്കെങ്കിലും അവരെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നമ്മൾ പരിശീലിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ 24 hours എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഒക്കെ വെറുതെ ചെക്ക് ചെയ്യാതെ, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓടി ആ ഒരു സംസാരത്തിനിടയിൽ തന്നെ അത് നോക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കുക. അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അല്ലെ വ്യക്തികൾക്ക് ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാക്കുന്നതിന്റെ കാരണം പലപ്പോഴും നമ്മൾ തന്നെയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരാൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. ചില ആളുകൾ കരുതുന്നത് സുഹൃത്തുക്കളുടെ ഇടയിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. സുഹൃത്തെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷെ നിങ്ങളിങ്ങനെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് അല്ലെ സുഹൃത്തുക്കൾ നിങ്ങൾ ഒരു പക്ഷെ സഹിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നീട് നിങ്ങൾ അവരുടെ അരികിലേക്ക് വരുന്ന സമയത്ത് അവർ നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഒഴിഞ്ഞു മാറാനായിരിക്കും ശ്രമിക്കുക. സംസാരിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ള ഒരാൾ പറയുന്ന കാര്യം അത് കേൾക്കേണ്ടതാണെങ്കിൽ ക്ഷമയോടെ നമ്മളത് കേട്ടിരിക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, എപ്പോഴും മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നവരെ ആരും ഇഷ്ടപ്പെടില്ല. ഈ കുറ്റം പറച്ചിലും കംപ്ലൈന്റും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 2 ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടില്ലെങ്കിൽ അവര് 3-ാമത്തെ ദിവസം വിളിക്കുമ്പോൾ നിനക്കിപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ, അല്ലെ എന്നെ വേണ്ടല്ലോ, നിനക്കിപ്പോ പുതിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്ക് വളരെ അരോചകമായിരിക്കും. നമ്മൾ ചിലപ്പോൾ നിരന്തരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും എന്ന് കരുതി നമ്മളൊരു ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിൽ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതിനെ അല്പം വർണ്ണിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ഗ്യാങ്ങില് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരൻ നമുക്ക് അല്ലെ ഒരു കൂട്ടുകാരി നമുക്കുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ എന്താ വിചാരിക്കാന്നറിയോ, ഇവനിപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവൻ എന്നെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞേനെ എന്നുള്ള ചിന്ത മറ്റുള്ള സുഹൃത്തുക്കളിൽ ഉണ്ടാകും. പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളുടെ ഒരു ഗ്യാങ് ആണതെങ്കിൽ ഇങ്ങനെ എപ്പോഴും നെഗറ്റിവിറ്റി കണ്ടെത്തുകയും അത് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവിടെ കൂടുതൽ കാലം തുടരാൻ സാധിക്കില്ല. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് മറ്റുള്ളവര് നമ്മുടെ നെഗറ്റീവായ കാര്യങ്ങളാൽ നമ്മളെ മാറ്റി നിർത്തുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, ഞാനിങ്ങനെ നെഗറ്റീവ് ഒന്നും ചെയ്യാത്ത വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അവരുടെ ഗ്യാങ്ങിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്ന്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് സഹകരിച്ചു പോകാൻ സാധിക്കില്ല. നിങ്ങൾ അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും, അല്ലെ അവരൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കും. ഇവിടെ നിങ്ങളല്ല തോൽക്കുന്നത്, നിങ്ങളെപ്പോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സുഹൃത്തിനെ ലഭിക്കാത്ത അവരാണ്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിഷമിക്കാതിരിക്കുക. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത നെഗറ്റീവായിട്ടുള്ള എനർജികളാണ് നിങ്ങളെ എന്താ പറയുക റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളുടെ പാതയിൽ മുൻപോട്ട് പോകുമ്പോൾ
നിങ്ങളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച്, നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ, ആളുകൾ നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.